എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലോ. ചിലരൊക്കെ കിടക്കും, കുറച്ച് ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ ശ്രമിക്കും. 4 മണിക്കേക്കുള്ള പലഹാരങ്ങളൊക്കെ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ഒരുക്കാനുള്ള കൂട്ടൊക്കെ ഉണ്ടാക്കുന്ന ധൃതിയിലായിരിക്കും. പിന്നെ എനിക്ക് പിന്നെ ആ ധൃതിയൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ തിരക്കൊഴിഞ്ഞ് കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്യാനും. അപ്പോൾ ഇപ്പം ഞാൻ അടുക്കളയിൽ ഒന്നും അങ്ങനെ കയറാറില്ലെന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ വയ്യാഴികളെല്ലാം മാറി. ഞാൻ പൂർവാധികം ഇതാ കണ്ടോ, മുടിയൊക്കെ ഇത്തിരി കരിയൊക്കെ വരുത്തി വെച്ചപ്പം പഴയ ടീച്ചറായില്ലേ. അപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ എനിക്ക് സ്വയം തോന്നി ഇങ്ങനെ ആയാൽ പറ്റുകയില്ല. ഒന്നാമത് പ്രായത്തെ ആയില്ലേ, അപ്പോൾ നമ്മളിനി വീണ് പോയാൽ അത് പാവം മാഷൊക്കെ ഒരുപാട് വിഷമങ്ങളാണ്. പിന്നെ അതുകൊണ്ട് സ്വയം ഒരു എഴുന്നേൽപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ കുറച്ച് ബലവും പോസിറ്റീവ് എനർജിയും ഒക്കെ സ്വയം ആർജിച്ചു. എന്നിട്ടങ്ങനെ ഞാൻ 2 ദിവസമായിട്ട് മാഷ് കുളിക്കാൻ കയറുന്ന ലാക്കിന് അടുക്കളയിൽ കയറും. രജനി 11:30 ആയിട്ടല്ലേ വരും. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാണല്ലേ രജനി വരുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ സൊമാറ്റോ വഴിയോ സ്വിഗ്ഗി വഴിയൊക്കെ വാങ്ങിക്കും. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വാങ്ങിക്കുമ്പോഴും നമുക്കത് പറ്റുന്നില്ല. പ്രായമായതിൻ്റെയാണ്. അപ്പോൾ അത് എന്തോ ഇഡ്ഡലിയോ ദോശയോ പുട്ടോ കടലയോ ഇതൊക്കെയാണ് വാങ്ങിക്കുന്നത്, അല്ല സ്പെഷ്യൽ ഫുഡൊന്നും അല്ല വാങ്ങിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ തീരുമാനിച്ചു അടുക്കളയിൽ കയറാം, നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കടക്കാമെന്ന്. ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ടീച്ചിങ്ങും കുക്കിങ്ങുമാണ് എൻ്റെ പാഷനെന്ന്. ഇപ്പം ഞാൻ ഈ ചാനലിലേക്കൊക്കെ ഈ വലിയ വേളയിൽ വന്നതുപോലും എൻ്റെ കുക്കിങ്ങൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ടാണ്. പിന്നെ വലുതുമൊക്കെ കുട്ടികൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ആയിരുന്നു. എനിക്ക് പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ദുബായിൽ പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് അവശതയായി പോയല്ലോ. പിന്നെ ന്യൂമോണിയ ആയി, ICUലൊക്കെ ആയിരുന്നല്ലോ. പിന്നീട് ഞാൻ അതിൽ നിന്ന് എൻ്റെ ഹെൽത്ത് വീണ്ടും എടുത്തില്ല. കാരണം ജീവിതശൈലി രോഗങ്ങളെല്ലാം എനിക്കുണ്ടല്ലോ. എന്നാൽ ഞാൻ വളരെ കോൺഫിഡൻസോടെ വളരെ സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളുമാണ്. എനിക്ക് നെഗറ്റീവ് എനർജിയിൽ കഴിയാൻ ഇഷ്ടമില്ല. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ആളാണ്. തമാശയും ബഹളങ്ങളും ഒക്കെ കൂട്ടിയിരിക്കുന്ന ആളാണ്. ഇവിടെ മാഷക്കാട് തമാശയും ബഹളവും ഒന്നും ഇഷ്ടമില്ല. വളരെ ഡീസൻ്റായിട്ടുള്ള ആളാണ്. ഞാൻ പൊട്ട തമാശകളും കൊണ്ട് ചെന്നാൽ പറയാതെ ഇതൊക്കെ നിൻ്റെ ഹേമാമ്പി സ്കൂളിൽ പൊട്ടിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നെപ്പോലുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, അവർ കൈകൊട്ടി ചിരിച്ചോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയും. അപ്പോൾ അത് കാരണം എന്നാലും ഞാൻ ഇടയ്ക്ക് വന്നിരുന്ന് പൊട്ടിക്കും. ഒരു ദേഷ്യം കാണുമ്പോൾ എഴുന്നേറ്റ് പോകും. പക്ഷേ ഒന്ന് പറയാം ഞാൻ കൂട്ടുകാരെ നിങ്ങളോട്, ഒരു 3 മാസമായിട്ട് ശരീരത്തിന് അതിവേദനയായിട്ട് നിങ്ങളുടെ ടീച്ചർ കിടന്ന് പൊളയുകയായിരുന്നു. വേദന കൊണ്ട് പൊളയുകയായിരുന്നു ഞാൻ. ആ സമയങ്ങളിൽ എന്നെ ഒരു കുഞ്ഞിനെ പോലെയാണ് എൻ്റെ മാഷ് നോക്കിയത്. അത് സമ്മതിച്ചേ മതിയാവും. എനിക്കങ്ങനെ ശുശ്രൂഷിക്കാൻ അറിയില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. അത്ര എന്നെ കരുതലോടെ പറയാൻ, വലിയ സ്നേഹം കവിഞ്ഞെഴുതുന്ന വാക്കുകളൊന്നും പറയില്ല. എനിക്കാണെങ്കിൽ കുറച്ചൊക്കെ അതൊക്കെ വേണം താനും. ആ ഒരു കുഴപ്പമേ ഉള്ളൂ. പിന്നെ അപ്പോൾ അങ്ങനെ എൻ്റെ രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി ഉറക്കളച്ചിട്ട് മാഷ് എന്നെ നോക്കിയിട്ടുണ്ട്. രാവിലത്തെ ഫുഡൊക്കെ മാഷ് തന്നെ ഈ വാങ്ങാത്ത ദിവസങ്ങളിൽ എന്നും വാങ്ങുകയില്ല. ഇഷ്ടമല്ല എനിക്ക് കൊണ്ടുവരുമ്പോൾ. എനിക്ക് ഫുഡ് കഴിക്കുന്നതേ ഇഷ്ടമല്ലായിരുന്നു. കൊണ്ടുവരുന്നതിൽ എൻ്റെ അടുക്ക കൊണ്ടുവരുമ്പോൾ ഞാൻ മാഷോട് ദേഷ്യപ്പെടുമായിരുന്നു ഫുഡ് കൊണ്ടുവരുമ്പോൾ. അങ്ങനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ പിന്നെ വിചാരിച്ചു എനിക്കൊരു കോൺഫിഡൻസ് സ്വയം ആർജിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. കൂട്ടുകാരെ, എനിക്ക് കൂട്ടുകാരെ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞുങ്ങളാണ് നിങ്ങളൊക്കെ. എത്രയോ വയസ്സിന് ഇളയ പിള്ളേരൊക്കെയാണ് എന്നെ ഇപ്പം. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് കുറേ പേരുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ നിങ്ങളാരും കമൻറ്റും ലൈക്കും ഒന്നും ഇടുന്നില്ല. അതിലെനിക്ക് വിഷമം. എനിക്കതൊക്കെ വായിക്കാനാണ് ഇഷ്ടം കേട്ടോ. അല്ല വേറെ ഒന്നുമല്ല ഞാനിത് ചെയ്യുന്നത് കേട്ടോ കുട്ടികളെ. അങ്ങനെ എനിക്ക് കുറച്ച് നേരത്തെ ആയിക്കൂടായിരുന്നു. അപ്പോൾ ഇത് ഒരു സമയം പോകാനും ഈ വയസ്സുകാലത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നിങ്ങൾ എൻ്റെ അടുത്തുണ്ടെന്ന് തന്നെയുള്ള തോന്നലാണ് എനിക്ക് കേട്ടോ. ഇന്നലെയാണെങ്കിൽ ബീന കുറച്ച് നേരം വന്നിരുന്നു, വൈകിട്ട് കുറേ നേരം സംസാരിച്ചു. ലത വന്നിരുന്നു സംസാരിക്കും. അപ്പോൾ അവർ 2 കൂട്ടരും തന്നെ അടുത്തിപ്പോൾ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മക്കളുടെ അടുത്തും വെളിരാജ്യങ്ങളിലും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ വലത്തുവശത്തെ വീട്ടിൽ വളരെ എന്നെക്കാട്ടും പ്രായമായ ലേഡിയാണ്.
അവർ എപ്പോഴും അങ്ങനെ ഇങ്ങോട്ട് വരുമോ അങ്ങനെയൊന്നുമില്ല, കാരണം വയ്യ. പിന്നെ അവിടെ ഒരു മാഷാണ്, ഹയർ സെക്കൻഡറി മാഷാണ്. പുള്ളി പയ്യനാണ്. പുള്ളി എപ്പോഴും സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. പള്ളി വെച്ചെങ്കിൽ ആഴ്ചയ്ക്ക് ഒരിക്കലൊക്കെ വരുവുള്ളൂ. മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കുഞ്ഞുവാവയുണ്ട്, അവിടെ ശബ്ദമൊക്കെ കേൾക്കാം എന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് 2-3 ദിവസമായിട്ട് എനിക്ക് തോന്നി എനിക്ക് ഞാനാകണം. അങ്ങനെ മൂടിപ്പറിച്ച് കിടന്നാൽ പറ്റിയില്ല. ഇതിനിടയിൽ കൂടി കുട്ടികൾ ഒരു ഹോം നേഴ്സിനെയൊക്കെ ഇവിടെ ആക്കി. ഹോം നേഴ്സ് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം, കുറച്ച് ദിവസമൊന്നുമില്ല, ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര പനിയായി. 2 ദിവസം ഞങ്ങൾ ഡോളോയും ഒക്കെ കൊടുത്തേ, ഞങ്ങളല്ല ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ എടുത്ത് വിശപ്പത്തേക്ക് ആ കുട്ടി എടുക്കും. പിന്നെ മാഷ് ഈ തുളസിയും കരിക്കൊക്കെ ഇട്ട് വെള്ളമൊക്കെ ആവി പിടിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തു 2 ദിവസം. അതിന് പനി കടുക്കുകയാണ്, കലച്ചിലാകുകയാണ്. അപ്പോൾ എനിക്കൊരു 4 മാസം മുമ്പ് ന്യൂമോണിയ വന്നതല്ലേ ദുബായിൽ പോയിട്ട് വരുമ്പോൾ. അത് കാരണം കൊണ്ട് ഇനിയൊരു പ്രാവശ്യം വന്നാൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാഷ് പറഞ്ഞ ആ കുട്ടിയോട്, മോളൊരു ആഴ്ചത്തെ കുട്ടിയല്ല, കുറച്ച് വലിയ 10-11 വയസ്സുള്ള മോളൊക്കെ ഉണ്ട്, ഒരാഴ്ച പോയി പനിയെല്ലാം മാറി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അത് പോകാൻ കൂട്ടാത്തതിന് അത് പറഞ്ഞ് ഇവിടെ മൂടിപ്പോച്ച് കിടന്നോളാമെന്ന്. കാരണം ഒരു പാവം വെച്ചാൽ പക്ഷെങ്കിൽ നമ്മളത് പോയിട്ട് അതിൻ്റെ കുറ്റം പറയാൻ പാടില്ല. അത് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ അങ്ങ് മാറും അച്ഛാ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കൊരു പേടി എന്താണെന്നാൽ വീണ്ടും എനിക്ക് ന്യൂമോണിയ വന്നാൽ പനി വന്നാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ആ കുട്ടിയെ ഓട്ടോയിൽ കയറ്റിയൊക്കെ വിട്ടു. പിന്നെ നമ്മുടെ രജനിക്ക് ഫുൾ ടൈം നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ രജനിയെ ഒഴിവാക്കിയില്ല. രജനി പറഞ്ഞു അമ്മയ്ക്ക് ടീച്ചർക്ക് 2 മാസം ഒരാൾ വേണം, അത് കഴിഞ്ഞ് ഞാൻ വരാം എന്ന് പറഞ്ഞ് രജനി എൻ്റെ മോൻ്റെ അവിടെ പോകുന്നുണ്ടായിരുന്നു. ഇനി ഈ കുട്ടിയെ ഞങ്ങൾ ഓട്ടോയിൽ പറഞ്ഞു വിട്ടു. ആ കുട്ടിക്ക് ഭാര്യ ഇഷ്ടമില്ലാതെ സത്യത്തിൽ. നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ടാകും. പിന്നെ രജനി വീണ്ടും ആ കുട്ടി പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ രജനി വന്നു കേട്ടോ ഓടിക്കൊണ്ട് പാവം. രജനി ഞാനും കൂടെ ഒരു അമ്മയും മോളും കൂടെ ബന്ധവുമല്ല, ഒരു പേരക്കുട്ടി അമ്മൂമ്മയും അങ്ങനെയുള്ള ബന്ധം. അവൾക്ക് അത്രയും പ്രായമേ രജനിക്ക് അത്രയും പ്രായമേ അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. 14 കൊല്ലം കഴിഞ്ഞു. അവൾ വരുമ്പം എൻ്റെ കാത്തൂനെ, എൻ്റെ പേരക്കുട്ടിയെ നിരഞ്ജനെ മരുമോൾ പ്രസവിച്ചിട്ടേ ഉള്ളൂ. അവൾക്കിപ്പം പ്രസവിച്ചൊരു 2 വയസ്സ് കാണും കഷ്ടി. ആ സമയത്താണ്. ഇപ്പം കുഞ്ഞിന് 10-16 വയസ്സായി. അവൾ പിന്നെ ഇത് പഠിക്കുന്നു, എന്തോ 10ാം ക്ലാസ്സിലെത്തി എൻ്റെ കാത്തു. അപ്പോൾ രജനിയുടെ മോനും ചെറിയ കുട്ടിയായിരുന്നു. 2 ആൺമക്കളാണ് രജനിക്ക്. ആ കുട്ടി ഇപ്പം 11ലേക്ക് കയറി. അങ്ങനെയൊക്കെ ഉള്ളപ്പം അത്രയും ആത്മബന്ധമാണ് രജനിയുമായിട്ട്. പിന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ, രജനിയുടെ ഹസ്ബൻഡിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ 8, 9, 10 അവൻ്റെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറുമായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എനിക്ക് രജനിയുണ്ട്, ആ ഒരു ഇഷ്ടവും. എന്നാൽ രജനി ഞാനും കൂടെ പിണങ്ങും ഇണങ്ങും ഇതെല്ലാം ഉണ്ട് ഇവിടെ കേട്ടോ. രജനി വരുന്ന 1.5 മണിക്കൂറാണ് ഞാൻ ലൈവാകും, ഞാനൊരു സജീവമാകുന്നത്. കസേരയിട്ട് അവിടെ ഇരിക്കും, അവൾ ഞാനും കൂടെ. എനിക്ക് ഈ വയ്യാഴിക വരുന്ന 2-3 മാസത്തിന് മുമ്പ് ഞാൻ തന്നെയാണല്ലോ കുക്കിങ്ങൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ രജനിയെ കുക്കിങ് ഏൽപ്പിച്ചത്. അപ്പോഴും ഇടയ്ക്കൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 2.5 മാസത്തോളമായിട്ട് അതിവേദന. അതിനിടയിൽ ഞാൻ കിടന്നുകൊണ്ടൊക്കെ ഈ പഴയ വീഡിയോ ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ കിടന്നുകൊണ്ടും ചില 2 വരിയൊക്കെ പാടി ഞാൻ ഇട്ടിരുന്നു എന്തെങ്കിലും പറഞ്ഞ്. അപ്പോഴൊക്കെ എൻ്റെ ബ്രദേഴ്സും ദൂരെ ഇരുന്ന് എൻ്റെ മക്കളും ഒക്കെ വിചാരിക്കുന്നത് എനിക്ക് അസുഖമേ ഇല്ലെന്നായിരുന്നു. എന്നെ കണ്ടാൽ ഞാനും മാഷും കൂടെ ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പോൾ രാമസ്വാമി ഡോക്ടർക്ക് അറിയുന്നത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ അച്ഛൻ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് അറിയുന്നത് കൊണ്ട് ഞാൻ ആ രോഗിയെന്നറിയാം. അതേസമയത്ത് അല്ലാത്ത ആൾക്കാരാണിത്. ഓട്ടോറിക്ഷയിലൊക്കെ വരുമ്പോഴേ ചില ദിവസം ഡ്രൈവറെ കിട്ടിയില്ല, ഓട്ടോറിക്ഷയിലാണ് പോകുന്നതും വരുന്നു. ഒലവക്കോടൊന്നും സായി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഓട്ടോ പിടിക്കുമ്പോൾ അധികം പേർക്ക് നമ്മളെ അറിയില്ലല്ലോ. അല്ലാത്തവർക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ പിള്ളേരല്ലേ ഓട്ടോക്കാരൊക്കെ. അപ്പോൾ ഓട്ടോയിൽ വന്നിട്ട് ഇറങ്ങുമ്പോൾ അച്ഛൻ എന്നെ പിടിച്ചൊക്കെ ഇറക്കുമ്പോഴാണ് അവരറിയുന്നത് ഞാനാ രോഗി ഞാനാന്ന്. കാരണം ഒരു മാഷിക്ക് വണ്ണമൊന്നുമില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു അസുഖവും ഇല്ല. ഇന്ന് വരെ ഒരു ഇഞ്ചക്ഷൻ പോലും എടുക്കേണ്ടി വന്നിട്ടില്ല. അതൊരു ഭാഗ്യം. 2 പേരും കൂടെ കിടന്ന് എന്ത് ചെയ്യും? ഏതായാലും അങ്ങനെ ഞാൻ പറഞ്ഞു വന്നു. ഇന്നൊക്കെ കുഞ്ഞുങ്ങളെ ഒരുപാടങ്ങ് കയറിപ്പോവും, എവിടോട്ടൊക്കെയോ പോവും. എൻ്റെ പ്രായത്തിൻ്റെ അന്ന് നിങ്ങൾ കൂട്ടിക്കൂ. എൻ്റെ പ്രായം നിങ്ങൾക്കറിയാമല്ലോ, 77 വയസ്സുണ്ട്. മാഷക്ക് 79 കഴിഞ്ഞ് 80 ആയി.
ഞങ്ങൾ 2.5 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഞാനും മാഷും കൂടെ. അങ്ങനെ ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കാനൊന്നും പോയിട്ടില്ല. മാഷ് പിന്നെ 10 കൊല്ലം വിട്ട് വലിയൊരു ഹയർ സെക്കൻഡറിയാണ് ഭാരതമാത, അവിടെ പഠിപ്പിച്ചു. പിന്നെ ഒരു 8 കൊല്ലത്തോളം MESൻ്റെ അൺഎയ്ഡഡ് കോളേജിൽ BAക്ക് ഒരു 8 കൊല്ലത്തോളം പഠിപ്പിച്ചു. BAക്കാർ കുട്ടികളെ പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ പുള്ളി എന്നും കൊറോണയുടെ കാലം വരെ മാഷ് വർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹത്തിന് അദ്ദേഹം ആരോഗ്യവാനാണ്. വണ്ണമില്ലാത്തതുകൊണ്ട് ആരോഗ്യവാനാണ്. ഞാൻ ഈ വണ്ണമൊക്കെ വെച്ച് ഉള്ള രോഗങ്ങളും എല്ലാം കൊണ്ട് ഇരിക്കുകയാണ്. അപ്പിയറൻസിൽ എനിക്കൊരു രോഗമുണ്ടെന്ന് തോന്നുകയില്ല. ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെയായിരുന്നു ഈ 2-3 മാസം കിടന്ന് കരഞ്ഞത്. കണ്ണിൽ നിന്ന് ഒഴുകും. അല്ലെങ്കിൽ എനിക്ക് ചെറിയ കാര്യം മതി കരയാൻ കേട്ടോ. അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ആരോഗ്യസ്ഥിതി എല്ലാം വീണ്ടെടുത്തു. രോഗിയാണെന്നുള്ള എൻ്റെ ആ മനോഭാവമേ മാറി. ഞാൻ തന്നെ സ്വയം ഒരു തീരുമാനമെടുത്തു, ഞാൻ ഇനി ഒന്നുകൂടെ എഴുന്നേൽക്കും തീരുമാനമെടുത്തു. അങ്ങനെ 3-4 ദിവസമായിട്ട് ഞാനിങ്ങനെ ഹെൽത്ത് വീണ്ടെടുത്ത് പഴയ സരസ്വതി ടീച്ചറായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഉപ്പുമാവ് മാഷാണ് ഉണ്ടാക്കിയത് കേട്ടോ. മാഷക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം, ഇഷ്ടമെന്ന് പറയുന്നതെന്നറിയോ? പഠിക്കുന്ന കാലത്ത് ഹോസ്റ്റലിൽ ഇവർ ആണുങ്ങളൊക്കെ 2-3-4 ആണുങ്ങൾ കൂടി ഭക്ഷണം വെച്ച് കഴിക്കുമായിരുന്നു. അപ്പം മാഷയുടെ പിന്നെ ഊഴം വരുമ്പോൾ, മാഷ ടൈം വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാഷ ഉപ്പുമാവ് അത്ര ഉണ്ടാക്കുന്നത്. നല്ല ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ. അതിൻ്റെ കൂടെ 3-4 ഡേറ്റ്സും ഒരു 5-6 മറ്റേ ബദാം, ഇതൊക്കെ കുട്ടികൾ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അല്ല ഇവിടെ മേടിക്കുന്നതും ഒന്നുമല്ല, പിള്ളേർ വരുമ്പം കൊണ്ടുവരുന്നതാണ് വെളിയിൽ നിന്ന്. അതെല്ലാം കൂടെ ഒരു ഹാഫ് ആപ്പിളും ഒക്കെ ആയിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലെ വൈകിട്ടത്തെ ഭക്ഷണം ഏകദേശം അങ്ങനെയൊക്കെ, ചപ്പാത്തി 2 ഇതൊക്കെ. കാരണം ഹീമോഗ്ലോബിൻ തീരെ കുറവാത്തത്. നമ്മുടെ വീട്ടിൽ എന്ത് ഭക്ഷണമില്ലാഞ്ഞാൽ ഈ അസുഖത്തിൻ്റെയോ മരുന്നിൻ്റെയൊക്കെ ആയിരിക്കും ഹീമോഗ്ലോബിൻ തീരെ കുറവാണ്. അതിന് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കണമെന്ന്. ഇതൊന്നും എൻ്റെ ഡയബറ്റിക്കിനും കൊളസ്ട്രോളിനും പ്രഷറിനും ഒന്നും പറ്റിയ സാധനങ്ങളല്ല. പയർവർഗ്ഗങ്ങൾ ഷുഗറുള്ളവർ കഴിക്കണം. പക്ഷേ എനിക്ക് ഇതുണ്ട്, സോഡിയം കുറയുക. അതും ഇപ്പോൾ എൻ്റെ പട്ടികയിലേക്ക് ഒരാളും കൂടെ കയറി വന്നു. സോഡിയം കയറി വന്നില്ല, ഇറങ്ങിപ്പോയി. ഇവരോടൊക്കെയുള്ള ദേഷ്യത്തിന്, മറ്റ് അസുഖങ്ങളോടുള്ള ദേഷ്യത്തിന് സോഡിയം ഇറങ്ങി ഒറ്റപ്പോക്ക് പോയി. എന്നിട്ട് സോഡിയം ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഹൈപ്പോനാട്ടെന്ന് പറഞ്ഞൊരു ഗുളികയാണ് കഴിക്കുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞ് ആരും സോഡിയം കുറവുള്ളൊരു ഹൈപ്പോനാട്ട് എടുത്ത് കഴിക്കരുത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഗുളികയാണ്. എനിക്ക് 1 കഴിക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ. പക്ഷേ ഞാനൊരു 3 ദിവസം കൂടുമ്പോഴൊക്കെ കഴിക്കും. എനിക്ക് പേടിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ലല്ലോ, ഡാമേജ് ഇല്ലാത്തത്. അത് കാരണം ഇപ്പോൾ സരസ്വതി ടീച്ചറെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? രോഗിയൊന്നും അല്ല, എനിക്കൊരു രോഗമില്ല ഇപ്പോൾ കേട്ടോ. അസുഖമില്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊന്നും ഒരു അസുഖമല്ല. ഇതൊക്കെ ജീവിതശൈലി. നമ്മുടെ മുമ്പത്തെ ഉള്ള ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, കുട്ടികളെയൊക്കെ നമ്മൾ പരിപാലിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറക്കുക. സത്യത്തിൽ നമ്മൾ മറക്കുകയായിരുന്നല്ലേ ഇത്രയും വർഷവും. കുട്ടികളെ, ഭർത്താവ്, അച്ഛനും മറ്റുള്ളവരെ സഹോദരങ്ങളൊക്കെ എന്നും പറഞ്ഞിട്ട് നമ്മളെല്ലാ സ്ത്രീകളും നമ്മുടേതായ കാര്യങ്ങളെല്ലാം മറന്നു. അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. പിന്നീട് നമുക്ക് ജീവിക്കാനായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മൾ വയ്യാതെയാകുന്നു. അപ്പോൾ ഇപ്പോൾ ടീച്ചർ പൂർണ്ണ ആരോഗ്യവതിയാണ്. ടീച്ചർക്ക് വയ്യാതെയൊന്നുമില്ല. ടീച്ചർ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പം ഉച്ചയ്ക്കിന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ. ഉച്ചയ്ക്ക് അവിയൽ, തക്കാളി, കുമ്പളങ്ങയും കൂട്ടൊരു കറി, പിന്നെ ഒരു കൂട്ടുകറി എന്ന് പറഞ്ഞാൽ കൂട്ടുകറിയല്ല കേട്ടോ, തട്ടിക്കൂട്ടുകറി എന്ന് പറയും. അതാണ് എൻ്റെ വക. എല്ലാ പച്ചക്കറികളും നമ്മുടെ ശരീരത്തിൽ ചെല്ലട്ടെ എന്ന് വെച്ചാൽ എല്ലാ പച്ചക്കറികളെയും കുറേ ചേർത്തിട്ട് പുളി ഒഴിക്കാതെ ഒരു മസാലക്കറിയാണ് സത്യത്തിലത്. അത് എൻ്റെ വക. ബാക്കിയൊക്കെ നിഗണിയാണ് വെച്ചത് കേട്ടോ. ചപ്പാത്തി, പിന്നെ മരച്ചീനി, ഞാനത് ഒരു ചെറിയ 2 കഷ്ണം എടുത്തുള്ളൂ. ഇതെല്ലാം ആയിരുന്നു ഇന്നത്തെ വിഭവങ്ങൾ. ഇതൊക്കെ പോരെ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. നമ്മളെക്കാട്ടിലും ഒരു നേരത്തെ ആഹാരമില്ല എത്രയോ പേരാണ് നമ്മുടെ നാട്ടിൽ.
സമ്പന്നമായ നാടാന്ന് പറയുന്നു, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നു. എല്ലാവരും നമ്മൾ സ്വയം പര്യാപ്തരാണെന്ന് പറയുന്നു. ഒരു നേരത്തെ ആഹാരമില്ലാത്ത എത്രയോ പേരെ എനിക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ. അപ്പോൾ നിങ്ങളൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം. അത് ഒരു മസ്റ്റാണ്. ഞാൻ വിചാരിക്കും എൻ്റെ അമ്മൂമ്മയൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. നമുക്ക് ഈ അരിക്കൊക്കെ ക്ഷാമം വന്ന കാലത്ത് വളരെ ഒത്തിരി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമോ ഈ മഴക്കാലത്ത് നമ്മുടെ പഴയ വസ്ത്രങ്ങളൊക്കെ എന്തിനാ അലമാരി കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം കൂടെ അത് കുറേയൊക്കെ കഴുകി തേച്ച് വൃത്തിയാക്കി ഒരു ബാഗിൽ എടുത്തു വെച്ച് വരുന്നവർക്ക് നമ്മൾ കൊടുക്കണം. അതൊക്കെ ഒരു വലിയ പുണ്യമാണ് കേട്ടോ. ആഹാരവും വസ്ത്രവും കൊടുക്കുന്നതിനെക്കാട്ടി വലിയൊരു പുണ്യം വേറെ ഒന്നുമില്ല. നമ്മളെപ്പോലുള്ളവർക്ക് അതൊക്കെ അല്ലേ പറ്റുള്ളൂ, അല്ലേ? നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അല്ലേ അതൊക്കെ അല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി, ഏതാണ്ടിലേക്കോ ചെന്ന് കയറി. അപ്പോൾ എൻ്റെ വയ്യാഴിയൊക്കെ മാറി, ഞാൻ പഴയ സരസ്വതി ടീച്ചറായി. ഇപ്പം ഹേമാംബി സ്കൂളിൽ പഠിപ്പിക്കാൻ പോയ ആ ടീച്ചറെ പോലെ നമുക്ക് തോന്നുന്നില്ല. എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ അത് ചോദിക്കുന്നത്. നാളെ കുറച്ച് കുട്ടികൾ എന്നെ കാണാൻ വന്നിരുന്നല്ലോ, ഞാനത് നിങ്ങളെ കാണിച്ചില്ലേ, പറഞ്ഞിരുന്നില്ലേ? അന്നേരം മാഷ് അവിടെ നിന്ന് അക്ഷരശ്ലോകം അത് ചൊല്ലുകയല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ കൈയെടുത്ത് അത് അക്ഷരശ്ലോകം എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു അവരെ. 1000-ൽ കൂടുതൽ ശ്ലോകങ്ങൾ അറിയാം മാഷക്ക്. പിന്നെ ഒരു നല്ല അധ്യാപകൻ, നല്ലൊരു പ്രസംഗകൻ ഒക്കെയാണ് മാഷ് കേട്ടോ. ആ ചെറിയ മനുഷ്യനായിട്ട് നിങ്ങൾ കാണുന്നെങ്കിലും ഞാൻ തന്നെ അങ്ങ് പറയുക കേട്ടോ. മാഷ് പറയില്ല, പിന്നെ ഞാൻ പറയണ്ടേ. മാനാഞ്ചിറ മൈതാനിയിൽ ആ മൈതാനിയിൽ വെച്ചൊരു യൂണിവേഴ്സൽ ആർട്സിൻ്റെ ഒരു പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു. അതിൽ 1ാം സ്ഥാനമായിരുന്നു. ആ മാനാഞ്ചിറ മൈതാനിയിൽ എത്ര 50 വർഷത്തിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത്. ഈ കേൾക്കുന്നവർ പലരും ഒന്നും ജനിച്ചിട്ട് പോലുമില്ല. ആ മാനാഞ്ചിറ മൈതാനത്തെ ഇളക്കി മറിച്ചത്തെ ആ പ്രസംഗം. അങ്ങനെ മറ്റുള്ള എൻ്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഞങ്ങളെ അറിയുന്നവരും അന്ന് അവിടെ ഉണ്ടായിരുന്നവരുമായിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞ അന്ന് ആ പ്രസംഗത്തിന് ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വന്നതിൽ ഒരാൾ PSC മെമ്പറായിരുന്നു. മാഷ് കയറി ചെല്ലുമ്പോഴേ PSC ഇൻ്റർവ്യൂ ചെല്ലുമ്പോഴേ അദ്ദേഹം തിരിച്ചറിഞ്ഞു മാഷ് ഫസ്റ്റ് റാങ്കായിരുന്നു PSC പരീക്ഷയിൽ ഫസ്റ്റ് റാങ്കായിരുന്നു ഹൈസ്കൂൾ അധ്യാപകനായിട്ട്. അതൊക്കെ ഞാൻ ഇതിനിടയിൽ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായി. ഞാൻ ഇനിയിപ്പോൾ 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി കാരണവർ മാഷ് ഇത്തിരി മൂടിപ്പോയിരുന്നിട്ട് ഞങ്ങളുടെ പെൻഷൻ കാർഡ് എന്തൊക്കെയൊക്കെ അവർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു മാഗസിനൊക്കെ ഉണ്ട്, സന്ധ്യാരാഗം എന്നും പറഞ്ഞു പെൻഷൻകാർക്ക്. അതിൻ്റെ എന്തോ ഒരു കാര്യമാണ്. കവിതകളൊക്കെ ഓരോരുത്തരെയുള്ള കഥകളോ എല്ലാം ആയിരിക്കും. ഞാൻ കണ്ടില്ല, അപ്പോൾ തുടക്കമേ ആയുള്ളൂ, അതുകൊണ്ട് എന്തോ ആണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏതാണ്ട് വർക്കൊക്കെ മുകളിലിരുന്ന് ചെയ്യുകയാണ്. പിന്നെ രവീന്ദ്രൻ മലയങ്കാവ് കവി, അദ്ദേഹം ഒരു പുസ്തകം ഒരുപാട് കവിത എഴുതിയിട്ടുണ്ട്. ഒരുപാട് പുസ്തകം അദ്ദേഹത്തിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ചില കവിതകളും ഉണ്ടെന്ന് അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട് മാഷെ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ അവതാരിക എന്തോ എഴുതാനായിട്ട് അതിൻ്റെയൊക്കെ വർക്കുകളൊക്കെയാണ് മുകളിലിരുന്ന്. മിക്കവാറും അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഏകാന്തതയാണ്. രജനി വരുമ്പോഴാണ് എനിക്ക് പ്രത്യേകിച്ചും ഒരു 3-3.5 കൊല്ലം വരെയും എൻ്റെ ചെറിയ മകനും ഭാര്യയും കുഞ്ഞുങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഇവിടെ അടുത്ത് തന്നെ, അവർക്കൊരു സ്വന്തം അവരുടെ ഈ വീട്, അവർക്കായി ഈ വീടെങ്കിൽ പോലും അവർക്ക് സ്വന്തമായിട്ടൊരു വീട്, അവൻ ഉണ്ടാക്കുന്നൊരു വീട് വേണമെന്ന് കുഞ്ഞുങ്ങൾക്ക് തോന്നി. കുഞ്ഞിൻ്റെ നിർബന്ധമായിരുന്നു, കാത്തുവിൻ്റെ നിരഞ്ജനയുടെ. കാരണം എന്ന് വെച്ചാൽ അവളെ കൂട്ടുകാരൊക്കെ പുതിയ വീട് വെച്ചിട്ട് ഹൗസ് വാമിങ്ങിനൊക്കെ അവളെ വിളിക്കുന്നു. അപ്പോൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, എന്നോടും പറഞ്ഞു, അച്ഛമ്മ എൻ്റെ കൂട്ടുകാർക്കൊക്കെ പുതിയ വീട് വെച്ചിട്ട് അവരൊക്കെ എന്നെ ഹൗസ് വാമിങ്ങിനൊക്കെ വിളിക്കുന്നു, എനിക്കും പുതിയ വീട് വെച്ചിട്ട് ഹൗസ് വാമിങ്ങിന് വിളിക്കണം. അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞിൻ്റെ ഒരു നിർബന്ധത്തിലാണ് ചെയ്ത്. ഒന്നിരാടം ദിവസങ്ങളിലും മധു കൂടെ ഉള്ളപ്പോൾ, ലീവിലുള്ളപ്പോൾ എല്ലാ ദിവസവും അവരെല്ലാവരും കൂടെ കാറിൽ ഇവിടെ എത്തും. പിന്നെ മറ്റേ 2 മരുമക്കളും എത്ര ദൂരം വേണമെങ്കിലും കാർ ഓടിക്കും. മറ്റേ 2 പേരും ഒരുപാട് ദൂരം കാർ ഓടിക്കും. ചെറിയവൾക്ക് കാർ ഓടിക്കില്ല, ലൈസൻസൊക്കെ ഉണ്ട്, പക്ഷെ അത്ര അവൻ സമ്മതിക്കില്ല. അവന് പേടിയാണ്. പിന്നെ അവൾ 2 വീലറേ എടുക്കുകയുള്ളൂ. അപ്പോൾ 2 വീലറിൽ പിള്ളേരെയും വെച്ച് മഴയത്ത് വരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് മോള് ശനിയാഴ്ച ഞായറാഴ്ച, അതും ഇപ്പോൾ അവൾ 10ാം ക്ലാസ്സിലായതുകൊണ്ട് അതിന്
പഠിക്കാനും പിന്നെ ട്യൂഷനും. ഇതുവരെ അവൾ ട്യൂഷനൊന്നും പോയിട്ടില്ല. LSS USS ഒക്കെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു കുഞ്ഞിന്, കാത്തൂന്. അപ്പോൾ അവളെയും കൊണ്ട് എന്തോ ഒരു വിഷയത്തിന് ഒരു വീക്കാണ്. അപ്പോൾ അതിന് ട്യൂഷന് വിടുന്നുണ്ട്. ഞങ്ങളെല്ലാവരും കണക്കിന് മോശമായിരുന്നു. നമ്മുടെ വീട്ടിൽ എല്ലാവരും കണക്കിന് മോശമായിരുന്നു. കുഞ്ഞിനെ അവൾ ഒത്തിരി എല്ലാത്തിനും നല്ല മാർക്കൊക്കെ ഉണ്ട്. 90% മാർക്കുണ്ടെങ്കിലും നമ്മൾ പറയും മോശമായ മാർക്കാണ്. അപ്പോൾ നമ്മളൊക്കെ പിന്നെ അതിൽ കൂടുതലല്ലേ മേടിച്ചത്. പക്ഷേ നമ്മുടെ കാലമല്ലല്ലോ അല്ലേ. പിന്നെ ഞാൻ സംസാരിക്കുമ്പം നിങ്ങൾക്കൊരു വ്യത്യാസം കാണുന്നില്ലേ എൻ്റെ മുഖത്തിതാ? എൻ്റെ 2 പല്ല് ഇന്നലെ പോയി. ഇനിയും ഇത്തിരിയുടെ ആരോഗ്യം വേണ്ടിയിട്ട് വേണം പോയി. ദന്ത ഡോക്ടർ ദീപ അറിയുന്ന കുട്ടിയാണ്. അവളെ കണ്ടത് വെപ്പിക്കണം. ഒരു പല്ലേ പോയുള്ളൂ, പക്ഷെ നല്ല ഗ്യാപ്പുണ്ട്. 2 പല്ലിൻ്റെ സ്ഥാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഈയിടെ എല്ലാം നിങ്ങളെ ഫേസ് ചെയ്യാതെ ക്യാമറയ്ക്ക് പിന്നിൽ ഇങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പം കുട്ടികൾ ഇവിടെ അടുത്ത് തന്നെയാണ്. ആ വീട്ടിൽ പോയിട്ടാണ് രജനി ഇങ്ങോട്ട് ജോലിക്ക് വരുന്നത്, എൻ്റെ ചെറിയ മോൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ അവിടുന്ന് മോള് എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ച കൂട്ടാൻ ഇതൊക്കെ കൊടുത്തു വിടും രജനിയുടെ കയ്യിൽ. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ വലിയ മനസ്സ് വിട്ടുപോയായിരുന്നു എനിക്ക്. എൻ്റെ മനസ്സ് വിട്ടുപോയി കുട്ടികളെ. നമ്മുടെ മനസ്സ് വിട്ടുപോകാനേ പാടില്ല. നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. ബി സ്ട്രോങ്. പക്ഷെ എനിക്കത് നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം മറ്റുള്ളവരെ. സെൽഫ് മോട്ടിവേഷൻ ഒരുപാട് വിഷമമുള്ള കാര്യമാണ്. ഞാൻ വല്ലാണ്ട് ഞാൻ തകർന്നു പോയായിരുന്നു. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ സ്വയം തീരുമാനിച്ചു, ഞാൻ ആരോഗ്യവതിയാണ്. ഇതൊന്നും കാര്യമായ ആരോഗ്യമല്ല. എത്ര വലിയ അസുഖങ്ങളുമായിട്ടാണ് ആളുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കാര്യമല്ല. എനിക്ക് എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നാലും പിന്നെ ഞാൻ പറയാൻ വിട്ടത് നിങ്ങളോട്, എൻ്റെ ശരീരം മുഴുവൻ അങ്ങ് നീരായിരുന്നു. ഇപ്പോഴും മുഖത്ത് കുറച്ചൊക്കെ ഉണ്ട്. ഞാനെല്ലാം ഇങ്ങനെ തുടിച്ചിരിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. നേരെല്ലാം അങ്ങ് നീരുമായി. 1 മാസം ശരീരം മുഴുവൻ നീരായിരുന്നു. അതിവേദനയും 2-2.5 മാസം വേദനയായിരുന്നു. പിന്നീട് അത് നീരായി. ഇപ്പോഴും കാലിൻ്റെ പത്തി എന്താ നിങ്ങൾ പറയുന്നത്, കാൽപാദങ്ങളിലൊക്കെ ഇപ്പോഴും നീരുണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യാനും പറ്റില്ല. ഞാനൊരു 4 മാസമായി അമ്പലത്തിൽ പോയിട്ട്. നിത്യം ഗുരുദക്ഷിണയിൽ പോയി തൊഴുതു വരുന്ന ആളാണ് ഞാൻ. അത് പോയിട്ട് 4 മാസമായിട്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. എല്ലാ ദിവസവും ഇല്ലെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ വൈകിട്ട് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും പറ്റുന്നില്ല. ഇവിടെ ഇരുന്ന് ആഞ്ജനേയ സ്വാമിയാണ് എൻ്റെ ഏറ്റവും, കൃഷ്ണനും പിന്നെ അയ്യപ്പനും പരമശിവനും എല്ലാവരെയും ഞാൻ ആരാധിക്കുന്നുണ്ടെങ്കിലും ആഞ്ജനേയ സ്വാമിയാണ് എന്നെ താങ്ങി നിർത്തുന്ന ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിച്ചതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങളുടെ ഉറക്കത്തിനൊന്നും കുഴപ്പം പറ്റിയില്ലല്ലോ ടീച്ചർ സംസാരിച്ചിട്ട്? ഉറക്കത്തിനൊന്നും ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ ടീച്ചർ സംസാരിച്ചിട്ട്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നില്ല. ഞാൻ ഈ ഉച്ചനേരത്തിൽ നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ച് വന്നതാണ്. എൻ്റെ പൊട്ടങ്ങ് ഇളകിപ്പോയി കുട്ടികളെ. വെക്കട്ടെ ഇരുന്നല്ലേ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എല്ലാവരും 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി ആയിക്കോ. കുഞ്ഞുങ്ങൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. മേടിച്ചൊന്നും കൊടുക്കരുത്. നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം കേട്ടോ. അത് ആസ് എ മദർ, ആസ് എ ടീച്ചർ, ആസ് എ ഗ്രാൻഡ്മ, അമ്മായിയമ്മ എന്നൊക്കെയുള്ള നിലയിൽ നിങ്ങൾ കരുതിക്കോളൂ. ചേച്ചി എന്നൊക്കെയുള്ള നിലയിൽ കരുതിക്കോളൂ. ഞാൻ പറയുന്നു, കുഞ്ഞുങ്ങൾക്ക് ആവിയിൽ വെന്ത പലഹാരങ്ങൾ, ഊട്ടിച്ചുട്ട പലഹാരങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ സ്നേഹം നമ്മളോട് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. അല്ലെങ്കിൽ സ്നേഹം ഇല്ലയോ ചോദിക്കും. കൊടുക്കുന്നതുകൊണ്ടാണോ സ്നേഹം? ഉണ്ട്. അതൊക്കെ അതിലെ പ്രധാന കാര്യങ്ങളാണ്. അവരെ ശ്രദ്ധിക്കുന്ന പോലെ ഇരിക്കും അവർ നമ്മളോടും. എത്രയും കരുതൽ അവർക്ക് കൊടുക്കുന്നു, അത്രയും കരുതൽ നമുക്ക് അതിൻ്റെ ഇരട്ടി കരുതൽ നമ്മളോടുണ്ടാവും. ഇനിയുള്ള കാലങ്ങളിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടത്തെ കാര്യവും പറഞ്ഞത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞൊക്കെ നിങ്ങളൊക്കെ കേട്ടില്ലേ? എല്ലാവർക്കും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ടീച്ചർക്ക് വാത്സല്യവും സ്നേഹവും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും ഇത് കേൾക്കും എന്നെനിക്കറിയാം. ബായ്.